ജീവിതത്തിൽ എന്തെല്ലാം ചെയ്തിട്ടും തകർച്ച അങ്ങോട്ട് മാറുന്നില്ല. എൻ്റെ ജീവിതം തകർന്നു. ഇതിനകത്ത് എനിക്കിനി ഒരു മുന്നേറ്റമില്ല. ഞാൻ ഇവിടം കൊണ്ട് അവസാനിക്കുക, എന്നെ കൊണ്ടേ ഈ പ്രശ്നം പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സ് തകരുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളോടാണ് ഇന്നത്തെ എൻ്റെ സന്ദേശം നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്. തകർച്ച പിശാച് കൊണ്ടുവരുന്നതാണ്. പൈശാചിക മണ്ഡലങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും ജീവിതത്തിൽ തകർന്നു പോകണം, ഗതി പിടിക്കരുത്, ഉയർച്ചയുണ്ടാകരുത്, നന്മയുണ്ടാകരുത്, കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടരുത്, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകരുത്, മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകരുത്, ഭർത്താവും ഭാര്യയും തമ്മിൽ സ്വസ്ഥമായും സന്തോഷമായി ജീവിക്കരുത്. ഈ വിഷയങ്ങളിൽ തകർന്ന് തരിപ്പണമാകണമെന്നാണ് പൈശാചിക മണ്ഡലങ്ങൾ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ തിക്താനുഭവങ്ങൾ പലതും പല വീടുകൾക്കകത്ത് കയറിക്കൂടി സ്വസ്ഥതയും സമാധാനവും എടുത്തു കളയുന്നത് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ മാത്രമല്ല, ഈ സന്ദേശം കേൾക്കുന്ന പലരുടെയും വീടുകളിലും ആ വ്യാപാര ശക്തി വ്യാപരിച്ചു കൊണ്ട് ഇരിക്കുകയാണ്. അതുകൊണ്ടുള്ള കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ, ജോലി ഉണ്ടെങ്കിലും ഒരു തൃപ്തിയാകാൻ പറ്റുന്നില്ല. സാലറി ഉണ്ട്, പക്ഷെ അനുഭവിക്കാൻ പറ്റുന്നില്ല. സ്വന്തമായി വീടുണ്ടെങ്കിലും വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. സ്വസ്ഥതയില്ലായ്മ, അസ്വസ്ഥത, വല്ലാത്ത വ്യാധി, ഭാരങ്ങൾ, മനസ്സിനെ അലട്ടുന്ന പിടിച്ചു കുലുക്കുന്ന പ്രതിസന്ധികൾ. അപ്പോൾ ചിന്തിക്കുകയാണ്, ഇവിടം വിട്ട് അങ്ങ് പോകാം, ഈ വസ്തു നമുക്ക് പറ്റിയതല്ല, ഈ വീട് നമുക്ക് പറ്റിയതല്ല, ഇവിടുത്തെ എന്തോ ദോഷമാണ്, ഈ ഭൂമിയുടെ എന്തോ ദോഷമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ കൊതിച്ചുണ്ടാക്കിയ വീട് വിറ്റുപറക്കി പോകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ ഒരു സ്ഥലത്താക്കിയിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്കൊരു വീട് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്കൊരു ജോലി മേഖല ഓപ്പൺ ആക്കി തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്ക് ഒരു കുടുംബജീവിതം തന്നിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പുറകിൽ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ യേശു കർത്താവ് പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ അൽഫയും ഒമേഗയുമാകും, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു എന്നാണ് അതിൻ്റെ മലയാള അർത്ഥം. അങ്ങനെയാണെങ്കിൽ ആദ്യം, അൽഫ എന്ന് പറയുന്നത് ആദ്യം ദൈവമാണെങ്കിൽ, ഒമേഗ അവസാനവും ദൈവം തന്നെയാണ്. ദൈവത്താൽ ആരംഭിച്ചിട്ട് പിശാചിനാൽ അവസാനിപ്പിക്കുന്നതല്ല ഒരു ക്രിസ്തു ഭക്തന്റെ ജീവിതം എന്നുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ ഏറിയ പ്രശ്നങ്ങൾ വന്നിട്ട് താങ്ങാൻ കഴിയാത്ത, പിടിച്ചു നിർത്താൻ കഴിയാത്ത പ്രതിസന്ധികൾ തലയ്ക്ക് മീതെ വീശി അടിച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും തകർന്നു പോകുന്നു എന്നൊരു തോന്നലുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തോട് ചേർന്നിരുന്നാൽ മതി. ക്രിസ്തുവിനോട് ചേർന്നിരിക്കുക, ക്രിസ്തുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക, ക്രിസ്തുവിനോട് നിങ്ങളുടെ സങ്കടങ്ങൾ പറയുക. നമുക്ക് പറയാൻ ഇത്ര നല്ലൊരു സ്ഥലം വേറെ എങ്ങും കിട്ടത്തില്ല പ്രിയരെ. നമ്മുടെ വേദനയും നമ്മുടെ ഭാരവും ഇല്ലായ്മയും ഞെരുക്കവും നമ്മൾ 10 പേരോട് പറഞ്ഞാൽ, മറ്റൊരാളോട് പറഞ്ഞാൽ, അത് ചിലപ്പോൾ ആ സൊസൈറ്റി മുഴുവനും അറിയും, അല്ലെങ്കിൽ ആ പള്ളി മൊത്തം അറിയും, അല്ലെങ്കിൽ ആ വീട്ടുകാർ മൊത്തം അറിയും. എന്നാൽ ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ, നമ്മൾ ഒരു മനുഷ്യനും അറിയാത്ത നിലയിലുള്ള വഴികൾ ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരും. അതുകൊണ്ട് ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ എവിടെയെങ്കിലും മനസ്സ് ഇടിഞ്ഞ് തകർന്ന് മുമ്പോട്ട് പോകാൻ കഴിയാതെ വഴിമുട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ ബൈബിളിൽ നിന്നൊരു വാക്യം നിങ്ങൾക്ക് തരാം. അത് ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറഞ്ഞ ഒരു വാക്യമാണ്. 4-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പിയയിലുള്ള സഭയോട് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് ഞാനത് തരാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് മനസ്സ് തകർന്നവർ ഇതൊന്ന് കേട്ടോ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്.
ഈ സഭയോട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് മനസ്സ് തകർന്നിരിക്കുന്ന ചില വിഷയങ്ങളിൽ വല്ലാത്ത വ്യാകുലത, ഉത്കണ്ഠ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഈ വചനത്തിൽ നിന്നുകൊണ്ട് പറയുകയാ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നാളെ എന്താകും? കുഞ്ഞിൻ്റെ ഭാവി എന്താകും? കൊച്ചിൻ്റെ കല്യാണം എങ്ങനാകും? എവിടെ കിടന്നുറങ്ങും? എങ്ങനെ ഈ കടം വീട്ടും? ആരെന്നെ സഹായിക്കും? ഇത്യാദി വിഷയങ്ങൾ നിന്റെ ഉറക്കത്തെ കെടുത്തുന്നെങ്കിൽ, ഇന്നലെ രാത്രി ഉറങ്ങാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെയെങ്കിൽ, വചനത്തിൽ കൂടെ യേശു കർത്താവ് നമ്മോട് പറയുകയാ, പൗലോസിന്റെ വാക്കിൽ കൂടെ നമ്മളോടും കർത്താവ് പറയുകയാ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. വിചാരങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് മനസ്സിന്റെ പിടി വിട്ടുപോകുന്നേ. വിചാരങ്ങൾ അലട്ടുമ്പോഴാണ് ആത്മഹത്യ ചെയ്യണം, ജീവിതം മതി, ഇനി മുമ്പോട്ട് പോകണ്ട, എനിക്കാരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ അറിയാൻ ആരുമില്ല എന്ന ചിന്ത അകത്ത് കയറി ഒരു ഇരുട്ട് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത്. എന്നാൽ ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ ആ വിചാരപ്പെടുന്ന വിഷയങ്ങൾ എല്ലാം കൂടെ കൊണ്ടുപോയി പ്രാർത്ഥനയോടും അപേക്ഷയോടും കൂടെ നിങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് എന്ത് ചെയ്താൽ മതി? അറിയിച്ചാൽ മതി. ദൈവത്തോട് നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങളുടെ ആവശ്യങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി അനുഗ്രഹിച്ച്, നിങ്ങളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തി, നിങ്ങളുടെ ഇന്നത്തെ മുഖച്ഛായയ്ക്ക് വ്യത്യാസം വരുന്ന നിലയിൽ, നിങ്ങളുടെ അന്തരീക്ഷത്തിന് നീക്കുപോക്കുണ്ടാകുന്ന നിലയിൽ, ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഉറവകളും അനുഗ്രഹങ്ങളും നിങ്ങൾ അനുഭവിക്കത്തക്ക നിലയിൽ ദൈവം നിങ്ങളുടെ തകർച്ചയ്ക്ക് ഒരു വിരാമം കുറിക്കും. ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങൾ എവിടെയാണോ തകർന്നു എന്ന് നിങ്ങൾ തോന്നുന്നത്, അവിടെ, ആ പട്ടണത്തിൽ, ആ വീട്ടിൽ, ആ ജോലി മേഖലയിൽ, ആ ഓഫീസിൽ, അവിടെ തന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ വിചാരമുള്ളവരായി തീരാതെ, കർത്താവ് പറഞ്ഞില്ലേ, കാക്കകളെ നോക്കുവീൻ, വിതയ്ക്കുന്നില്ല, പക്ഷികൾ വിതയ്ക്കുന്നില്ലെങ്കിലും അവർ കൂട്ടിയെടുത്ത് വെച്ച് ഒരു സ്റ്റോർ റൂമാക്കി വെക്കുന്നില്ല, കളപ്പുരകൾ അവർക്കില്ല, എങ്കിലും അതതിൻ്റെ ആഹാരം തക്ക സമയം ദൈവം അവർക്ക് കൊടുത്ത് അവർ പട്ടിണി കൂടാതെ ഈ ഭൂമിയിൽ ജീവിക്കുന്നെങ്കിൽ, പ്രിയരെ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിനും സൃഷ്ടിച്ച നമുക്ക് ദൈവം എത്ര അധികം തരും. കാക്കയും പട്ടിയെയും പൂച്ചയും കഴുതയും ആനയും ഒന്നും ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ പോലും അല്ല സൃഷ്ടിച്ചത്, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലല്ല മെനഞ്ഞത്. എന്നാൽ നമ്മെ ദൈവം മെനഞ്ഞത്, സൃഷ്ടിച്ചത് ആ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. അതുകൊണ്ട് അത്രയ്ക്ക് വിലയുള്ളതാണ് ദൈവത്തിന് നമ്മൾ നിസാരക്കാരല്ല പ്രിയരെ. ദൈവത്തിന് ഏറ്റവും ശ്രേഷ്ഠമാണ്, ശ്രേഷ്ഠതയുള്ളവരാണ്. അതുകൊണ്ട് ദൈവം ഒരിക്കലും കൈവിടുകയില്ല. എനിക്ക് വിലപിടിപ്പുള്ള ഒരു വസ്തു എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ ഒരിക്കലും നിസ്സാരമായിട്ട് കാണത്തില്ല. എത്രയും ഭദ്രമായി അതിനെ സൂക്ഷിക്കാമോ, പൊടിപടലങ്ങളടിക്കാതെ, കേടുപാടുണ്ടാകാതെ, എങ്ങും തട്ടിമുട്ടി അത് പൊട്ടി ഒടിഞ്ഞു പോകാതെ ഞാൻ സൂക്ഷിക്കാൻ നോക്കുന്നത് പോലെ എൻ്റെ ദൈവത്തിന് ഞാനും നിങ്ങളും ഒത്തിരി വിശേഷപ്പെട്ടതാ. അതുകൊണ്ട് നമ്മെ അത്രയ്ക്ക് ഭദ്രമായി ദൈവം നമ്മെ സൂക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങളുടെ ആവശ്യങ്ങളിൽ നിങ്ങൾ തകർന്നു പോകാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും ദൈവത്തിൻ്റെ കയ്യിൽ അങ്ങോട്ട് കൊടുക്ക്. ഒരു പേപ്പറിനകത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതിയിട്ട് അത് 4 മടക്കി നിങ്ങളുടെ ബൈബിളിനകത്ത് നിങ്ങൾ വെച്ച് ചില ആഴ്ചകൾ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ചില ദിവസങ്ങൾ നിങ്ങൾ അതിൻ്റെ മുഖത്ത് ഒന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചേ. ദൈവം നിങ്ങൾ എഴുതിയിട്ടിരിക്കുന്ന വിഷയത്തിൽ മറുപടികൾ, നീക്കുപോക്കുകൾ തരുന്നത് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തകരരുത്, നിരാശപ്പെടരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സ് തകരുന്നെങ്കിൽ ആ തകർച്ചയിൽ നിന്ന് നിങ്ങളെ പണിതെടുക്കാനുള്ള 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിൽ ഒന്നാമത്തെ വിഷയം ശ്രദ്ധിച്ച് കേൾക്കണം.
ഒന്നാമത്തെ വിഷയം എന്താണെന്നറിയാമോ? ദൈവത്തിൽ ആശ്രയിക്കുക. എന്തു വന്നാലും ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുക. മനുഷ്യരിൽ നിങ്ങൾ ആശ്രയിക്കരുത്. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ, പ്രഭുക്കന്മാരിൽ നിങ്ങൾ ആശ്രയിക്കരുത്. വേദപുസ്തകം പറയുന്നു, മനുഷ്യർ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സ് തകർന്ന് തരിപ്പണമായി ഒരു ചില്ല് താഴെ വീണ് പൊട്ടുന്നത് പോലെ മനസ്സ് പൊട്ടി ചിതറിക്കിടക്കുകയാണെങ്കിലും അതിനകത്ത് നിന്ന് ഒരു മനുഷ്യനെ നിങ്ങൾ ആശ്രയിക്കാതെ നിങ്ങൾ ദൈവത്തിൽ മാത്രം ഒന്ന് ആശ്രയിച്ച് നോക്കിക്കേ. നിങ്ങളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തി ആ ചിതറിക്കിടക്കുന്ന ആ ചീളുകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വീണ്ടും ഒരു സ്ഫടികമാക്കി, ഒരു ഗ്ലാസ് ആക്കി, ഒരു പാത്രമാക്കി എടുക്കുന്നത് പോലെ ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുക തന്നെ ചെയ്യും. അപ്പോൾ ഒന്ന്, നിങ്ങളുടെ തകർന്ന മനസ്സ് ഒന്ന് പണിതെടുക്കാനായി ദൈവത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആശ്രയിക്കണം. രണ്ട്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടിയ വെളിപ്പാട്, മനുഷ്യന്റെ വാക്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഊന്നൽ കൊടുക്കരുത്. മനുഷ്യർ പറയുന്നതല്ല നിങ്ങൾ കേൾക്കേണ്ടത്. പലപ്പോഴും കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും പറയുന്നത് കേട്ട് നമ്മൾ സ്റ്റെപ്പുകൾ വെച്ചിട്ടുണ്ട് അല്ലേ? പക്ഷേ ആ സ്റ്റെപ്പുകളൊക്കെ പരാജയമല്ലായിരുന്നോ? എത്ര ലക്ഷം നിന്റെ കയ്യിൽ നിന്ന് പോയി, എത്ര സമയം നിന്റെ വെറുതെ പോയി, എത്ര ആരോഗ്യം നിന്റെ ശരീരത്തിൽ നിന്ന് നിന്റെ നഷ്ടപ്പെട്ടു പോയി. എന്താ കാര്യം? മനുഷ്യര് പറഞ്ഞത് കേട്ട് നീ എടുത്തു ചാടി. അതുകൊണ്ട് രണ്ടാമത് നിന്റെ മനസ്സിന്റെ തകർച്ചകൾ മാറാൻ രണ്ടാമത്തെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നിർദ്ദേശമാണ്, മനുഷ്യരുടെ വാക്കിൽ നീ ഊന്നരുത്. മനുഷ്യര് പറയുന്നതല്ല നിങ്ങൾക്ക് മുഖവിലയായിട്ട് എടുക്കേണ്ടത്. പകരം ദൈവം നിങ്ങളോട് എന്തു പറയുന്നു. എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു കല്യാണം കഴിക്കാൻ പോവാ. കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ആരെങ്കിലും പറയാ, ആ ചെറുക്കൻ കൊള്ളാം, ആ പെണ്ണ് കൊള്ളാം, നീ അങ്ങ് കെട്ട്, നീ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ചാടിക്കേറി എന്ത് ചെയ്യരുത്? കല്യാണം കഴിക്കരുത്. പകരം ദൈവത്തോട് ചോദിക്കണം, ആ ജീവിത പങ്കാളിയായി ആ കുട്ടിയെ എനിക്ക് അവകാശമാക്കാൻ, സ്വന്തമാക്കാൻ അവിടുന്ന് ഗിതമാണോ എന്ന് ചോദിക്കണം. അല്ലാതെ ബ്രോക്കർ പറഞ്ഞതോ നാട്ടുകാർ പറഞ്ഞതോ ഉപദേശിമാര് പറഞ്ഞതോ കേട്ട് നീ കല്യാണം കഴിക്കരുത്. നിന്റെ ജീവിതത്തിൽ അത് പരാജയമാകും. അതുകൊണ്ട് നിന്റെ തകർന്ന മനസ്സിന് ഒരു വിടുതൽ കിട്ടാൻ രണ്ടാമത്തെ പോയിന്റാണ്, നീ മനുഷ്യന്റെ വാക്കിൽ എന്ത് ചെയ്യരുത്? ഊന്നൽ കൊടുക്കരുത്. മൂന്നാമത് ഞാൻ നോട്ട് ചെയ്തിരിക്കുന്ന വിഷയം, ഏത് ചുവടും വെക്കുമ്പോഴും അത് ദൈവത്തോട് ചോദിച്ചിട്ട് വേണം തുടങ്ങുവാൻ. അത് തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. എന്താരംഭിക്കുന്നെങ്കിലും, ഒരു ബിസിനസ് ആരംഭിക്കുന്നെങ്കിൽ, ഒരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു യാത്ര പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു സുവിശേഷ പ്രവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചാലും ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവം എന്താണ് നിങ്ങളോട് പറയുന്നത് അത് അനുസരിച്ച് നിങ്ങൾ സ്റ്റെപ്പുകൾ വെക്കുക. അപ്പം ഈ 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കിയേ. ഈ 3 കാര്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് വന്നേ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ തകർന്ന മനസ്സ് പണിയപ്പെടുകയും നിങ്ങളുടെ ഉടഞ്ഞ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസവും വിടുതലും കാണുവാനും കഴിയുമെന്ന് എനിക്ക് പറയുവാനായിട്ട് കഴിയും. അപ്പോൾ 1, ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം. 2, മനുഷ്യന്റെ വാക്കിൽ ഊന്നൽ കൊടുക്കരുത്. 3, ഏതൊരു കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴും ദൈവത്തോട് ചോദിക്കണം, ദൈവമേ അങ്ങ് ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു. ഈ നിലയിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ, ഒരു ബിസിനസ് ചെയ്താൽ, ഒരു സാമ്പത്തിക ഇടപാടുകൾ നടത്തിയാൽ, ഒരു വിവാഹം കഴിച്ചാൽ, ഒരു വസ്തു വാങ്ങിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിലയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടില്ല. നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ, ഒരിക്കലും നിങ്ങൾ തോറ്റുപോകില്ല. നിങ്ങളെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. വേദപുസ്തകം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം എന്ത് ചെയ്തില്ല? ലജ്ജിച്ച് പോയില്ല. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, തകർന്ന മനസ്സുമായിരിക്കുന്നവരെ, നിങ്ങളോടുള്ള ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇത് തകർന്നിരിക്കുന്ന
10 പേർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. അവർക്കും ഒരു ആശ്വാസമായി ഈ വചനം മാറട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവാം ദൈവമേ, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത ദൈവമേ, ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തിനായി സ്തോത്രം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പ്രാർത്ഥനയോടും സ്തോത്രത്തോടും ദൈവത്തോട് അപേക്ഷിച്ചാൽ ദൈവം അതൊക്കെയും നടത്തി തരുമെന്ന് ഞങ്ങളോട് പറഞ്ഞെങ്കിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ആകേണ്ടതുപോലെ ആയി അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച ആ 3 സ്റ്റെപ്പുകൾ ഞങ്ങൾ അംഗീകരിച്ച് ഞങ്ങളത് ജീവിതത്തിൽ കൊണ്ടുവന്ന് മുമ്പോട്ട് പോകാൻ ഞങ്ങൾക്ക് ബലവും ശക്തിയും നൽകണമേ. കർത്താവെ, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപയിൽ വരെ മറയ്ക്കണം, ബന്ധനങ്ങളെ അഴിക്കണം, ദൈവിക പദ്ധതി വെളിപ്പെടണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ 3 നിലയിൽ നിങ്ങൾ മുമ്പോട്ട് പോകുക. നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല.